മാവോയിസ്റ്റ് സോമനെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി. 2009 കുപ്പാടിയിലെ വൈദികന്റെ വീട് ആക്രമിച്ച കേസിലാണ് കോടതിയിൽ ഹാജരാക്കിയത്. തുരങ്കപാതയ്ക്കെതിരെ കോടതിയിൽ സോമൻ മുദ്രാവാക്യം വിളിച്ചു. ദീപക് മോഹൻ നൽകും വിവരങ്ങൾ. ദീപക് മോഹൻ, മാവോയിസ്റ്റ് സോമനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടുത്തെ സംഭവങ്ങൾ? ഈ സോമൻ കോടതിയിലേക്ക് എത്തിച്ച സമയത്ത് തുരങ്കപാതയ്ക്ക് സർക്കാർ 2000 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് 750 കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ തുരങ്കപാത നാടിനാപത്താണ് എന്നുള്ള മുദ്രാവാക്യം വിളികളോട് കൂടിയാണ് സോമൻ കോടതിയിലേക്ക് എത്തിയത്. 2009 സുൽത്താൻ ബത്തേരി കുപ്പാടിയിൽ വൈദികന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ച ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കെതിരെ കേസെടുത്തിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ആ വൈദികന്റെ വീട് തല്ലിപ്പൊളിച്ച കേസിലാണ് ഇന്ന് ഈ കൽപ്പറ്റ പ്രിൻസിപ്പൽ ചീഫ് സെഷൻസ് കോടതിയിൽ സോമനെ ഹാജരാക്കിയത്. ആ സമയത്താണ് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളികളോടുകൂടി സോമൻ എത്തിയത്. പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായുടെ ഏറാൻ മൂളിയാണെന്ന ഉള്ള രീതിയിലൊക്കെ മുദ്രാവാക്യം സോമന്റെ ഭാഗത്തു നിന്നുണ്ടായി. കൊച്ചിയിൽ നിന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് കൽപ്പറ്റ ചീഫ് സെഷൻസ് കോടതിയിൽ ഹാജരാക്കാനായി സോമനെ എത്തിച്ചത്. ആ സമയത്താണ് സോമൻ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചത്. മുദ്രാവാക്യം ക്ഷമിക്കണം, ഈ തുരങ്കപാത ദുരന്തത്തിന് വെറും 750 കോടി രൂപ മാത്രം. ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന തുരങ്കപാതയ്ക്ക് 2134 കോടി രൂപയാണ്. മറന്നുപോണ്ട, ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുരങ്കപാത ഉണ്ടാക്കുന്നു. തുരങ്കപാത ഈ നാടിനാപത്താണ്. തുരങ്കപാത നാടിനാപത്ത്. തുരങ്കപാത ഉപേക്ഷിക്കുക. തുരങ്കപാത ഉപേക്ഷിക്കുക. തുരങ്കപാത ഉപേക്ഷിക്കുക. 2009 കുപ്പാടിയിലെ വൈദികനെ ആക്രമിച്ച കേസിലാണ് മാവോയിസ്റ്റ് സോമനെ കോടതിയിൽ ഹാജരാക്കിയത്.